அடுத்த விஜய் ப்ரோ, தமிழ் இண்டஸ்ட்ரியில் அடுத்த விஜய் ப்ரோ, தளபதி ப்ரோ. തമിഴ്നാട്ടിൽ നിന്നും ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ. വിജയും രജനിയും മൈത്തും ഒന്നും പോരാഞ്ഞിട്ട് തമിഴന്മാരെ രക്ഷിക്കാൻ പിറന്ന ഒരു അപരാധ പിറവി. ദി ലെജൻഡ് ശരവണൻ പ്രസൻസ് ദി ലെജൻഡ് ശരവണൻ ഇൻ ദി ലെജൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ലെജൻഡ് ശരവണൻ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ പോക്കിയുടെ ക്ലൈമാക്സ് നടന്ന സെറ്റിൽ നല്ല ചുവപ്പും പച്ചയും പെയിന്റ് അടിച്ച് വില്ലൻ ഒരു ഇല്ലീഗൽ ലബോറട്ടറി നടത്തിക്കൊണ്ടിരിക്കുകയാവും. ഇത് മലം മൂത്രം കഫൻ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി അല്ല, പകരം മനുഷ്യന്മാരുടെ മേത്ത് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ഈവിൾ സയന്റിസ്റ്റിന്റെ ലബോറട്ടറിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ നെയ്നാൻ. മൂപ്പര് താടിയിൽ ഒരു താജ്മഹലൊക്കെ പണിത് മനുഷ്യന്മാരുടെ മേത്ത് എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാവും. ഈ സമയത്താണ് ഇസ്രായേലിലെ സയന്റിസ്റ്റ് നാസർ മൂപ്പരുടെ ഡോക്ടറേറ്റ് വാങ്ങിയ സ്റ്റുഡന്റിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല ഗൈസ്, നമ്മുടെ ലെജൻഡറി ലെജൻഡ് ശരവണനാണ്. ഉടനെ തന്നെ ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ച പോലെ ലെജൻഡ് ശരവണൻ അങ്ങോട്ടേക്ക് വരികയാണ്. ശരവണ സ്റ്റോഴ്സ് ഓഫറിന് കിട്ടിയ 1 കിലോ മൈദപ്പൊടി ഒന്നാകിനെടുത്ത് മുഖത്ത് പൊത്തിയിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്ക് ഡോക്ടറേറ്റ് എന്തിനാ കിട്ടിയെന്ന് വെച്ചാൽ DNA മോഡിഫിക്കേഷൻ നടത്താനുള്ള കണ്ടുപിടുത്തത്തിനാണ്. നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. ആ സന്തോഷത്തിൽ ശരവണൻ പോയൊരു ഡാൻസും കളിക്കും. ഇങ്ങോട്ട് വന്നേ നീ. ശരവണന് ഗവേഷണത്തിൽ മാത്രമല്ല കഴിവ്, മൂപ്പർ ഒരു പ്രൊഫഷണൽ കരാട്ടക്കാരനും കൂടിയാണ്. ദൂരത്തു നിന്നൊക്കെ കൈയനക്കി മെഴുകുതിരി വരെ കെടുത്തും. നമ്മുടെ സുറന്റെ അതേ പവർ. അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടിയ പിറ്റേ ദിവസം ലെജൻഡ് ശരവണൻ തുടർന്നുള്ള ഗവേഷണം തന്റെ ഗ്രാമത്തിൽ തുടരാനായി അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. മൂപ്പർക്ക് വൻ സ്വീകരണമാണ് ഗ്രാമത്തിൽ കിട്ടിയിരിക്കുന്നത്. ശരവണൻ ആ നാട്ടിലെ പാരമ്പര്യ രക്ഷക കുടുംബത്തിലെ അംഗമാണ്. മൂപ്പരുടെ മുത്തച്ഛൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു കോളേജ് ഒക്കെ പണിതിട്ടുണ്ടാവും, നാട്ടിലെ പിള്ളേരൊക്കെ പഠിപ്പിച്ച് രക്ഷിക്കാൻ വേണ്ടി. ആ കോളേജ് ഇനി മുതൽ നമ്മുടെ ശരവണൻ അവ നടത്തി വരിക. അതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം ശരവണൻ ആ ഗ്രാമത്തിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാവും റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് താറാവിനെ നടത്തിക്കുന്ന നമ്മുടെ നായികയുടെ ഇൻട്രോ. താറാവിനെ നടത്തിക്കുന്ന, ആടിനെ മേയ്ക്കുന്ന, ഗ്രാമത്തിന്റെ എല്ലാ ക്യൂട്ട്നെസ്സും നിറഞ്ഞൊരു പെണ്ണ്. അവളെ കണ്ടതും ശരവണന് മൂടാവും. നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. സോ ഗൈസ്, ശരവണൻ അതൊക്കെ കഴിഞ്ഞ് മൂപ്പരുടെ കോളേജിലൂടെ നടക്കുമ്പോഴാവും ഒരു പെൺകുട്ടി ക്ലാസ്സിലിരുന്ന് കരയുന്നത് കാണുക. അതെന്താന്ന് വെച്ചാൽ ഒരു ഊളച്ചക്കൻ ബോർഡിൽ ഒരു ന്യൂഡ് ചിത്രം വരച്ച് അവളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അവനൊരു A ക്ലാസ് ഊള തന്നെയാണ്. എനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കോളേജിന്റെ ഓണർ എന്ന നിലയ്ക്ക് ശരവണൻ എന്താ ചെയ്യേണ്ടത്? ആ ഊളച്ചക്കനെ പിടിച്ചങ്ങ് പുറത്താക്കും അല്ലേ? പക്ഷെ അവിടെയാണ് ശരവണൻ വ്യത്യസ്തനാവുന്നത്. അങ്ങനെ ഒരു ഗാന്ധിയനാണ് ശരവണൻ. ആ ന്യൂഡ് ചിത്രത്തെ 5-5-3 വെച്ച് പട്ടീനെ വരയ്ക്കുന്ന പോലെ കൂട്ടി യോജിപ്പിച്ച് ഗാന്ധിജീനെ വരയ്ക്കും. ശരവണൻ ആ ബൂബ്സ് ഗാന്ധിജിയുടെ കണ്ണടയാക്കി മാറ്റി. എന്നാലും ന്യൂഡിൽ നിന്ന് ഗാന്ധിജിയെ വരയ്ക്കാമെന്ന് കണ്ടുപിടിച്ചവൻ ഏത് സാഹചര്യത്തിലാവും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ആ സമയത്തൊക്കെ ഏതവനാണ് ഗാന്ധിജീനെ ആലോചിക്കുന്നത്? നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. സോ ഗൈസ്, ആ ഗാന്ധിജീനെ വരച്ച് അവിടുന്ന് പോകുന്ന സമയത്താവും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. നേരത്തെ കണ്ട താറാവ് പെണ്ണ് ശരവണന്റെ കോളേജിലെ ലെക്ചററാണ്. അവൾ ശരവണന്റെ ഗാന്ധിജിയെ കണ്ട് അങ്ങ് ഇംപ്രസ് ആവും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും പെട്ടെന്നൊരു ദിവസം മൻസൂർ അലിഖാൻ ഒരു ഹെലിപാഡ് ഉണ്ടാക്കുന്ന ഒരു മോഹം, അതും ശരവണന്റെ കോളേജിന്റെ മുറ്റത്ത്. എന്നിട്ട് ഒരു JCB കൊണ്ടുവന്ന് അവിടെ മാന്താൻ തുടങ്ങും. യെസ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് സംഭവിച്ചു. കൈവീശി മെഴുകുതിരി കിടത്തുന്ന ശരവണൻ അവിടെ വന്ന് പൊടി പറത്തി കൈവീശി റോസാപ്പ് കൊണ്ട് തലോടി വിടും മൻസൂറിനെ. അങ്ങനെ ഒരു ദിവസം കോളേജിൽ ആ ന്യൂഡ് വരച്ച പെണ്ണിന്റെ ബർത്ത്ഡേ ആവും. അപ്പൊ അത് അവിടെ ഉളച്ചക്കം വന്ന് ഊളത്തരം കാണിക്കും. ഫിംഗർ ഫെറ്റിഷ്. അപ്പോഴേക്കും നായിക വന്ന് അവനിട്ടൊന്ന് പൊട്ടിക്കും. അതോടെ അവൻ ആ ടീച്ചറിനോട് വൻ ദേഷ്യമാവും. അങ്ങനെ ദേഷ്യം പിടിച്ച ഊള ആ ടീച്ചറുടെ വീട്ടിൽ പോയി ആ വീടങ്ങ് കത്തിച്ചു കളയും. എന്നിട്ട് അവൻ ടീച്ചറിന്റെ സാരി വലിച്ചൊരു ഉപദ്രവിക്കാൻ നിൽക്കുമ്പോഴേക്കും അതാ അവിടേക്ക് വരികയാണ് ദി ലെജൻഡറി ലെജൻഡ് ശരവണൻ. എന്നിട്ട് ഒരു ചാട്ടവാറും കൊണ്ട് ആ ഊളേനൊക്കെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കും. നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. ബട്ട് ഗൈസ്, വീട് കത്തിപ്പോയ നമ്മുടെ ടീച്ചർ ഇനി ഏത് വീട്ടിൽ താമസിക്കും? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അതോർത്താരും വിഷമിക്കണ്ട. ആ ത്യാഗം ലെജൻഡ് ശരവണൻ അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് അവളെ മൂപ്പര് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. നന്നായി. മാത്രമല്ല ഒരു പെണ്ണിന്റെ ന്യൂഡ് വരയ്ക്കുകയും ടീച്ചറുടെ വീട് കത്തിക്കാൻ സാരി വലിച്ചു വരികയും ചെയ്ത ആ ഊളെ ശരവണൻ ക്ഷമിച്ചു വിടും. ഏതാടാ ഈ കോളേജ്? നമ്മുടെ കോളേജിലൊക്കെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ട് 1 സൈഡ് ഓംലെറ്റ് അടിച്ചതിന് 1 മാസം കഴിഞ്ഞ് ക്ലാസ് കയറിയാൽ മതി എന്ന് പറഞ്ഞ ടീംസാ.
സോ ഗൈസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും പ്രായപൂർത്തിയായ ഒരു യുവാവും യുവതിയും ഒരേ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് അത്ര ശരിയായ ഒരു ഏർപ്പാടല്ല എന്ന് പറഞ്ഞ് ശരവണന്റെ ഫാമിലി ശരവണന്റെയും ആ പെണ്ണിന്റെയും കല്യാണം അങ്ങ് നടത്തും. കല്യാണത്തിന്റെ റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടി ഏതോ കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവനെ കൊണ്ടാണ് എഡിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കല്യാണവും പരിപാടിയൊക്കെ കഴിഞ്ഞ് ശരവണന്റെ വൈഫ് ഗർഭിണിയാവും. നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. ആ സമയത്താണ് നമ്മുടെ ശരവണന്റെ ബാല്യകാല സുഹൃത്ത് ഷുഗർ വന്ന് മരിക്കുന്നത്. അത് കണ്ടതും ശരവണന് നല്ല വിഷമമായിട്ട് കരയാൻ ശ്രമിക്കും. ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? സോ ഗൈസ്, ഷുഗർ വന്ന് തന്റെ സുഹൃത്ത് മരിച്ച വിഷമത്തിൽ ഇനി ഒരാളും ഷുഗർ വന്ന് മരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ലെജൻഡ് ശരവണൻ ഷുഗർ വരാതിരിക്കാനുള്ള ഒരു മരുന്ന് അങ്ങ് കണ്ടുപിടിക്കാൻ ഇറങ്ങും. ഒറ്റ മരുന്ന് കൊണ്ട് പ്രമേഹ രോഗം മാറണം. അങ്ങനെ ഒരു മരുന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ ആ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശരവണൻ അഹോരാത്രം പണിയെടുക്കും. ഷുഗറിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ ലെജൻഡ് ശരവണൻ റെഫർ ചെയ്യുന്ന ബുക്കുകളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഒളിമ്പിക്സ് ഗെയിംസ്, ബിസിനസ് അനാലിറ്റിക്സ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഡയറക്ട് ടാക്സ് ലോസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്. എന്ത് കാര്യത്തിനാണ്? അറ്റ്ലീസ്റ്റ് ആ മാതൃഭൂമി ആരോഗ്യ മാസികയെങ്കിലും ഒന്ന് എടുത്ത് വെച്ച് വായിക്കടേ. സോ ഗൈസ്, ഈ റിസർച്ചിന്റെ ഒക്കെ അവസാനം ശരവണന്റെ ആ മരുന്നിന്റെ ആദ്യ പരീക്ഷണം വിജയിക്കും. ബട്ട് അത് വില്ലന്മാർക്കൊന്നും അത്ര രസിച്ചില്ല. കാരണം അവർ ഇൻസുലിൻ കച്ചവടക്കാരാണ്. ശരവണന്റെ മരുന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഷുഗർ ഇല്ലാണ്ടായാൽ എവിടെ കൊണ്ട് ഇൻസുലിൻ വിൽക്കാനാണ്? അതുകൊണ്ട് ലെജൻഡ് ശരവണന്റെ ലാബ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വില്ലന്മാരെ ഗുണ്ടകളെ ഇറക്കും. ശരവണൻ അവരെല്ലാം അടിച്ചിടും. നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. അങ്ങനെ ഇരിക്കെയാണ് ഇതിൽ ദേഷ്യം വന്ന വില്ലന്മാര് ലെജൻഡ് ശരവണന്റെ ഭാര്യയെ ബോംബ് വെച്ച് കൊല്ലുന്നത്. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ലെജൻഡ് ശരവണൻ കരയാനൊന്ന് ആഞ്ഞു ശ്രമിക്കും. പല തരത്തിൽ ശ്രമിക്കും. ആ ശ്രമത്തെ നമ്മൾ ആരും കാണാതെ പോകരുത്. അറ്റ്ലീസ്റ്റ് ഹി ട്രൈഡ്. വേറെ ലെവൽ, വേറെ ലെവൽ, വേറെ ലെവൽ. അങ്ങനെ തന്റെ ഭാര്യ മരിച്ച ദുഃഖത്തിൽ ഡിപ്രഷൻ അടിച്ച് ലെജൻഡ് ശരവണൻ മനാലിയിലേക്ക് ട്രിപ്പ് പോകും. ആ സമയത്താണ് സെക്കൻഡ് ഹീറോയിന്റെ എൻട്രി. അവൾ ആളൊരു സയന്റിസ്റ്റ് ആണ്. മാത്രമല്ല നമ്മുടെ ശരവണന്റെ ഒരു വലിയ ഫാനും കൂടിയാണ്. ശരവണൻ സർ, ദി വേൾഡ് ഫേമസ് ഗ്രേറ്റ് സയന്റിസ്റ്റ്. ഞാൻ ആരാധിക്കുന്ന ഗുരുവാ. കൈങ്ങി തന്നാട്ടെ. അവളെ കണ്ടതോടുകൂടി സ്വന്തം ഭാര്യ മരിച്ച ദുഃഖത്തിൽ ലെജൻഡ് ശരവണൻ തന്റെ മരിച്ചുപോയ ഭാര്യയെയും ആ ഫാൻ ഗേളിനെയും വെച്ച് ഒരു ത്രീസം സോങ് അങ്ങ് ആലോചിക്കും. വിഷമം കൊണ്ടാ. അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം ശരവണൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഒരുത്തിനെ കണ്ടിട്ട് അവനാണ് അന്ന് ലാബിൽ വന്ന് അടിയുണ്ടാക്കിയത്, അവനാവും എന്റെ പൊണ്ടാട്ടിയെ കൊന്നതെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടി ഇടിച്ചിടും. എന്നിട്ട് ആ ഗുണ്ടയെ ഒരു മുറിയിലിട്ട് പൂട്ടി ഇടിച്ച് സത്യം പറയിപ്പിക്കാൻ നോക്കാവും. അപ്പോഴാണ് അതുവഴി ഒരു JCB പോകുന്നത്. അതോടെ എക്സൈറ്റഡ് ആയി ലെജൻഡ് ശരവണൻ ആ JCB കാണാൻ വേണ്ടി പുറത്തു പോകും. അങ്ങനെ JCBയും ഒരു ഘോഷയാത്രയും ഒക്കെ കണ്ടുകൊണ്ട് റോഡിൽ നിൽക്കുന്ന സമയത്താണ് ആ ഗുണ്ടയെ വന്ന് ഒരുത്തൻ കൊല്ലുന്നത്. എടാ, ഇങ്ങനെ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഘോഷയാത്ര കാണാൻ പോവോ? നമ്മുടെ ശരവണൻ ഗവേഷകൻ വേറെ ലെവൽ. ഈ സമയത്താണ് ശരവണന്റെ ആശാൻ നാസർ വന്ന് നീ ഇവിടെ കിടന്ന് തിരിയാതെ പോയാൽ മരുന്ന് കണ്ടുപിടിക്കാൻ നോക്കട എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്ത് ലെജൻഡ് ശരവണനെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത്. അത് കണ്ടതും ശരവണന്റെ ഫാൻകൾ ഞാനും കൂടെ കൂടിക്കോട്ടെ നിങ്ങളുടെ റിസർച്ചിന് എന്ന് പറയും. അത് കേട്ടതും ഭാര്യ മരിച്ച ദുഃഖത്തിൽ നമ്മുടെ ലെജൻഡ് ശരവണൻ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു CV പോലും ചോദിക്കാതെ അവളെ റിസർച്ചിന് വേണ്ടി കൂടെ കൂട്ടും. എന്നിട്ട് നാട്ടിലേക്ക് പോവും. ഭാര്യ മരിച്ച ദുഃഖം കൊണ്ടാണ്. അങ്ങനെ അവർ ആ റിസർച്ച് റീസ്റ്റാർട്ട് ചെയ്യും. റിസർച്ചിന്റെ ഈ സ്റ്റേജിൽ ഹ്യൂമൻ ട്രയൽ ആണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഷുഗർ ഉള്ള ഒരാളൊക്കെ കിടത്തി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാവും. ബട്ട് ഗൈസ്, നമ്മുടെ ലെജൻഡ് ശരവണന്റെ ലാബിൽ ഒരുത്തൻ കേറി ആ ടെസ്റ്റ് സബ്ജക്റ്റിന്റെ ഗ്ലൂക്കോസ് കുപ്പിയിൽ വിഷം കുത്തിവെച്ച് അയാളെ കോമയിലാക്കും. ആ ന്യൂസ് ലീക്ക് ആയതോടുകൂടി നാട്ടുകാരൊക്കെ ശരവണനെ പഞ്ഞിക്കിടും. കാരണം ആ ടെസ്റ്റ് സബ്ജക്റ്റായി വന്നത് ആ നാട്ടിലെ പ്രമുഖനായ ഒരു കോടീശ്വരനാണ്. അയാൾ അയാളുടെ ബിസിനസ് ഒക്കെ മാറ്റിവെച്ച് ശരവണന്റെ കണ്ടുപിടുത്തത്തിന് ഒരു പ്രോത്സാഹനമായിട്ട് വന്നതാണ്. ഇപ്പൊ കോമയിലായി. അങ്ങനെ ശരവണൻ ആ വിഷം കുത്തിവെച്ചവനെ CCTV വഴി കണ്ടുപിടിക്കുകയാണ്. അത് മറ്റാരുമല്ല നമ്മുടെ ഹരീഷ് പേരാടി. അങ്ങനെയാണെങ്കിലോ ഇപ്പൊ ട്രെയിനിൽ ഒരു ഓയോ റൂമും ബുക്ക് ചെയ്ത് എൻജോയ് ചെയ്യുകയാവും. ആ സമയത്ത് അവൻ ലെജൻഡ് ശരവണൻ ആ ഓടുന്ന ട്രെയിനിൽ കേറി വന്ന് പേരാടിനെ കൊല്ലുന്നത്. ഈ സമയത്താണ് കഥയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. അപ്രതീക്ഷിതമായ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ലെജൻഡ് ശരവണന്റെ പൊണ്ടാട്ടി മരിച്ചിട്ടില്ല. അവളും ശരവണന്റെ കുഞ്ഞും മറ്റേ പോക്കിരിയുടെ സെറ്റിലെ ലബോറട്ടറിയിൽ പരീക്ഷണ വസ്തുക്കളായി ജീവിച്ചു വരികയാവും. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അന്ന് ആ ബോംബ് പൊട്ടിയ ദിവസം ശരവണന്റെ ഭാര്യ ആ കാറിലില്ലായിരുന്നു. അവൾ ആ റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി വയ്യാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ആ പെൺകുട്ടിയെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടതാവും. അപ്പോഴാണ് ആ കാർ പൊട്ടിത്തെറിക്കുന്നത്. ആ ഗ്യാപ്പിൽ ഗുണ്ടകളൊക്കെ വന്ന് ശരവണന്റെ ഭാര്യ അവിടുന്ന് തട്ടിക്കൊണ്ടു പോകും. ഈ സമയം നമ്മുടെ ലെജൻഡ് ശരവണൻ അവിടെ കരയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
സോ ഗൈസ്, ഇപ്പൊ ഇവിടെ ശരവണന്റെ ലാബിൽ പുതിയ ഒരാളുടെ മേത്ത് പരീക്ഷണം നടത്തി ലെജൻഡ് ശരവണന്റെ മരുന്ന് വിജയമായിരിക്കുകയാണ്. ഇനി ആർക്കും ഷുഗർ വരില്ല. ഒരു ഇന്ത്യൻ വിജ്ഞാനിയുടെ അതിഭയങ്കരമായ കണ്ടുപിടുത്തം. ആ സമയത്താണ് ഇൻസുലിൻ കച്ചവടക്കാരൻ നൈനാൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ശരവണന്റെ അടുത്ത് പാർട്ണർഷിപ്പ് ചോദിക്കും. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുമാണ്. ശരവണൻ പോയി മൂഞ്ചാൻ പറയും. അപ്പോഴാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ ലെജൻഡ് ശരവണന്റെ ആശ നാസർ സയന്റിസ്റ്റ് ശരിക്കും ഒരു വില്ലനാണ്. മൂപ്പർ അവിടെ വന്ന് ലെജൻഡ് ശരവണന്റെ തലയ്ക്കൊരു സൂചി കുത്തി ബോധം കെടുത്തി ആ പോക്കിരിയുടെ ക്ലൈമാക്സ് നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയപ്പോഴാണ് ശരവണൻ ആ വലിയ സത്യം അറിയുന്നത്. തന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെന്നും തനിക്കിപ്പോൾ ഒരു കുഞ്ഞുമുണ്ടെന്നുള്ള സത്യം. അപ്പോഴേക്കും ശരവണനെ വില്ലന്മാർ വന്നൊരു കസേരയിൽ അങ്ങ് കെട്ടിയിടും. എന്നിട്ട് ആ മരുന്നിന്റെ രഹസ്യക്കൂട്ട് പറഞ്ഞു താടാ എന്ന് പറഞ്ഞ് വൻ ഉപദ്രവമാവും. ആ സമയത്താണ് പടത്തിൽ പിന്നെയും ഒരു ട്വിസ്റ്റ്. ഗൈസ്, നമ്മുടെ ലെജൻഡ് ശരവണന്റെ ആ ഫാൻ ഗേൾ ശരിക്കും വില്ലന്മാരുടെ സൈഡാണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ശരവണന്റെ കണ്ടുപിടുത്തം കാരണം ഷുഗറിനുള്ള മരുന്ന് വിറ്റുകൊണ്ടിരുന്ന അവളുടെ ഡാഡി ബിസിനസ് പൊട്ടുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തു. അതിന് പ്രതികാരം തീർക്കാൻ വന്നതാണ് ഇവള്. സോ ഇവരെല്ലാവരും കൂടി നമ്മുടെ ശരവണനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാവും. നിന്റെ റിസർച്ചും രഹസ്യക്കൂട്ടമൊന്നും തന്നില്ലെങ്കിൽ നിന്റെ മോനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ്. അത് കേട്ടതോടുകൂടി ദേഷ്യം വന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് നമ്മുടെ ലെജൻഡ് ശരവണൻ. ഇപ്പൊ ഞാനൊരു സയന്റിസ്റ്റ് അല്ല, ഒരു അച്ഛനാടാ. ഒരച്ഛന്റെ രോദനം. എന്നിട്ട് ശരവണൻ നെയ്നാനെ ഷോക്ക് അടിപ്പിച്ചു കൊല്ലും. സയന്റിസ്റ്റ് നാസറിനെ വെടിവെച്ച് കൊല്ലും. മറ്റേ ഫാൻകളിനെ കാല് വാരി മതിലിൽ അടിച്ച് നടുവടിക്കും. എന്നിട്ട് അവളെ ആ ലാബിലുള്ളവർക്ക് ഇട്ടുകൊടുത്ത് നമ്മുടെ ലെജൻഡ് ശരവണൻ ഭാര്യനെ മോനെ കൊണ്ട് അവിടുന്ന് വീട്ടിലേക്ക് യാത്രയാവും. അവസാനം ലെജൻഡ് ശരവണന്റെ ഈ അപരാധങ്ങളൊക്കെ കണ്ട് പ്രസിഡന്റ് ശരവണനെ വിളിച്ച് ഒരു അവാർഡ് അങ്ങ് കൊടുക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദ, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.